കെമാൽ പാഷ സാർ, സംസ്ഥാനത്ത് കേട്ടുകേഴ്വിയില്ലാത്ത സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സംസ്ഥാനത്തെ ഭരണകക്ഷിയിലെ ഒരു പ്രധാന MLA പുറത്തേക്ക് വന്ന് പറയുന്നത് ചെറുതല്ല കാര്യങ്ങൾ, വളരെ ഗുരുതരമായ മർഡർ കേസ്, സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, ഇതൊക്കെ സംസ്ഥാനത്തിൻ്റെ, നമ്മുടെ അടക്കം, എൻ്റെയും അങ്ങയുടെ അടക്കം ഈ ക്രമസമാധാനത്തിൻ്റെ താക്കോൽ കീ പോസ്റ്റിൽ നൽകിയിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നതിൻ്റെ പൊളിറ്റിക്കലി ഒരുപാട് വശങ്ങൾ ഉണ്ടായിരിക്കും, അതിനപ്പുറത്തേക്ക് നിയമപരമായ വശങ്ങളാണ് താങ്കളിൽ നിന്ന് തേടുന്നത്. എത്രത്തോളം ഗൗരവമുള്ളതാണ്, സ്പർശിക്കപ്പെടേണ്ടതാണ് ഈ വിഷയങ്ങൾ? കെമാൽ പാഷ സാർ. അതിൻ്റെ ഓഡിയോ ഒന്ന് ക്ലിയർ ആക്കിയ ശേഷം വരാം. അങ്ങനെ ഒരുപക്ഷെ നമ്മൾ കേട്ടുകേഴ്വിയില്ലാത്ത സംഭവങ്ങൾ എന്ന് പറയുന്നത് സംസ്ഥാന മന്ത്രിസഭ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഭരണം നിർവഹിക്കുന്ന അവിടുത്തെ MLA, ആ നിലയിലുള്ള ഒരു MLAയുടെ ഗുരുതരമായ ആരോപണങ്ങൾ. അമൽ കൂടി ചേരുന്നുണ്ട്. അമൽ, ഇപ്പോൾ പാതി വഴിക്ക് ഈ ആരോപണങ്ങൾ ഉപേക്ഷിച്ച് പിൻവാങ്ങുന്ന ഒരു അൻവറിനെയാണോ കാണുന്നത്? ഇന്നലെ വരെ വർദ്ധിത വീര്യത്തോടുകൂടി ആരോപണങ്ങളുടെ മാലകളാണ് പൊട്ടിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് വരുമ്പോൾ അങ്ങേയറ്റം അദ്ദേഹത്തിന്റെ ശരീരഭാഷ മാറിയിട്ടുണ്ട്. അതിൽ നിന്ന് എന്താണ് വായിച്ചെടുക്കേണ്ടത്? കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ കണ്ട അൻവറിനെ അല്ല ഇന്നിപ്പോൾ MLA ഹോസ്റ്റലിലെ പ്രതികരണത്തിൽ കണ്ടത്. അൻവറിന്റെ ആ പ്രതികരണ ശൈലി മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏകദേശം 20 മിനിറ്റോളം നീണ്ട കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തേക്കിറങ്ങിയ അൻവറാണ് പ്രതികരണം നടത്തിയത്. തന്റെ ഉത്തരവാദിത്വം അവസാനിച്ചു എന്നുള്ളതാണ് അൻവർ പറഞ്ഞു വെക്കുന്നത്. മുഖ്യമന്ത്രിയെ കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിച്ചു. ഇനിയിപ്പോൾ പാർട്ടി സെക്രട്ടറിയെ കൂടി കാര്യങ്ങൾ ധരിപ്പിക്കും. ഇന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടറി ഇല്ല. സെക്രട്ടറി എത്തുമ്പോൾ ആ വിവരം കൂടി ധരിപ്പിക്കും. അതിനുശേഷം പാർട്ടിയും അതോടൊപ്പം തന്നെ സർക്കാരും ആഭ്യന്തര വകുപ്പും എല്ലാം കൈകാര്യം ചെയ്യട്ടെ എന്നുള്ളതാണ് അൻവർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും താൽക്കാലികമായ ഒരു വെടിനിർത്തൽ ഉണ്ടായിട്ടുണ്ടോ അൻവറിന്റെ ഭാഗത്ത് നിന്ന് എന്നുള്ളതാണ് അറിയാനുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, അൻവറാണ്. അതിനാൽ തന്നെ ഒന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല. അൻവർ അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം ഇട്ടെറിഞ്ഞു പോകുന്ന ഒരാളായി നമ്മൾ അൻവറിനെ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിട്ടില്ല. അതിനാൽ തന്നെ അൻവറിന്റെ ഒരു അടുത്ത നീക്കം എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ്. നിലവിൽ എന്തായാലും അൻവറിന്റെ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്, അന്വേഷിക്കട്ടെ എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും ശ്രദ്ധേയമായി ഞാൻ അൻവറിന്റെ പ്രതികരണത്തിൽ കണ്ടത് ADGPയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം, ADGP മാറാതെയുള്ള ഒരു അന്വേഷണം നീതിയുക്തമാകുമോ എന്ന് നമ്മൾ PV അൻവറിനോട് ചോദിച്ചപ്പോൾ വെയിറ്റ് ആൻഡ് സീ എന്നുള്ളതാണ് അൻവറിന്റെ മറുപടി. കാത്തിരുന്ന് കാണാം എന്നുള്ളതാണ്. പരാതി നൽകിയിട്ട് അരമണിക്കൂറിലേ ആയുള്ളൂ, കാത്തിരിക്കൂ എന്ന് അൻവർ പറയുന്നുണ്ട്. അതിൻ്റെ സന്ദേശം എന്താണ്, അതിൻ്റെ സൂചന എന്താണ് എന്നൊരു പിടിയും കിട്ടുന്നില്ല. MR അജിത്കുമാറിനെതിരെ കൃത്യമായ പരാതികൾ മുഖ്യമന്ത്രിയെ കണ്ട് PV അൻവർ ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം അത്ഭുതപ്പെടുത്തുന്നത് എന്താണ്? മൗനത്തിലൂടെ തിരിച്ചു വന്ന ഒരു പക്ഷേ ഒരു ശാന്തനായി അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അതിനകത്ത് ഒരുപാട് ദുസൂചനകൾ കൂടി ഉണ്ടായിരിക്കാം. ജസ്റ്റിസ് കമാൽ പാഷ വീണ്ടും അദ്ദേഹം കണക്റ്റഡ് ആയിരിക്കുന്നു. ശ്രീ കമാൽ പാഷ, നമ്മൾ പറഞ്ഞു വന്നത് ഇതിലെ ഗൗരവമാണ്. കാരണം വിത്തൗട്ട്, അതായത് പെർമിഷൻ ഓഫ് എ കോർട്ട്, കോഗ്നിസിബിൾ ആയിട്ടുള്ള ഒഫൻസ് ഉള്ള, അതിൻ്റെ തലങ്ങളുള്ള ഒരുപാട് പദപ്രയോഗങ്ങളും ആരോപണങ്ങളും അതിൻ്റെ തെളിവുകളിലേക്ക് വെളിച്ചം വെക്കുന്ന തരത്തിലുള്ള സൂചകങ്ങളുമാണ് സംസ്ഥാനത്തെ ഭരണകക്ഷിയുടെ ഒരു MLA പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് നിയമതലത്തിൽ നിന്ന് നോക്കുമ്പോൾ ശ്രീ കമാൽ പാഷ? അതിൽ ഇപ്പോൾ ശ്രീ PV അൻവർ പറഞ്ഞ ഏറ്റവും വലിയൊരു ആരോപണം എന്ന് പറയുന്നത്, അതായത് ഏതാണ്ട് കൊലക്കേസിനകത്തൊക്കെ ഇടപെട്ടു, ശ്രീ അജിത് കുമാർ ഇടപെട്ടു എന്നും അതുപോലെ തന്നെ കൊലപാതകം നടത്തിയെന്നും കൊലപാതക ശ്രമം നടത്തിയെന്നും ഒക്കെ പറഞ്ഞു. അതിന് വലിയൊരു പ്രസക്തി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊക്കെ ഹിയർസയാണ്, ഒന്നും നേരിട്ട് തെളിവുള്ള കാര്യമൊന്നുമല്ല. അതിന് ശരിയായ അന്വേഷണം നടത്തി തെളിവെടുത്താലേ പറ്റുള്ളൂ. പിന്നെ ഗുരുതരമായ ആരോപണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം 10 സെൻറ്റ് വസ്തു അവിടെ വാങ്ങി അതിൽ കൊട്ടാര സദൃശമായ ഒരു വീട് വെക്കുന്നെന്ന്. അദ്ദേഹത്തിന് 10 സെൻറ്റ് വസ്തു വാങ്ങാം, ഒരു കുഴപ്പമില്ല. ഒരു ഉദ്യോഗസ്ഥനായി പോയതുകൊണ്ട് വസ്തു വാങ്ങാൻ പാടില്ലെന്നുണ്ടല്ലോ? ഇല്ലല്ലോ. അദ്ദേഹം സർക്കാരിൻ്റെ പെർമിഷൻ എടുത്തുകൊണ്ടേ അത് വാങ്ങാൻ പാടുള്ളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരിലായാലും ഭാര്യയുടെ പേരിലായാലും അത് വാങ്ങുന്നതിന് അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളൂ. പിന്നെ അത് വീട് വെക്കുന്നത്, അത് വീട് വെക്കാം, വലിയ വീടൊക്കെ വെക്കാം, ഒരു തകരാറുമില്ല വെക്കുന്നതിന്, വീടും വെക്കാം. പക്ഷേ അതിനകത്തൊരു പ്രശ്നമുള്ളത്, അതായത് നോൺ സോഴ്സസ് ഓഫ് ഇൻകം, അറിയപ്പെടുന്ന സോഴ്സസ് ഉള്ള ഇൻകത്തിൻ്റെ അതിൻ്റെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള അസറ്റ് ഉണ്ടെങ്കിൽ സെക്ഷൻ 13 PC ആക്ടിൻ്റെ സെക്ഷൻ 13 അനുസരിച്ചുള്ള ഒഫൻസ് വരും അതിനകത്ത്. അപ്പോൾ ഡിസ്പ്രപ്പോർഷനേറ്റ് ഇൻകം, അതിന് നടപടിയെടുക്കാം. അത് എടുക്കേണ്ടത് വിജിലൻസ് കോടതിയിൽ കംപ്ലയിൻറ്റ് കൊടുക്കണം, ആരെങ്കിലും കൊടുക്കണം, കംപ്ലയിൻറ്റ് കൊടുക്കണം. അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ വിജിലൻസിനെ കൊണ്ടത് അന്വേഷിപ്പിച്ച്
ആ രീതിയിലൊരു നടപടി എടുക്കണം. അതല്ലാതെ ഈ പറയുന്ന പോലുള്ള ഇപ്പോഴത്തെ അന്വേഷണം എന്ന് പറയുന്നുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് ഞാൻ പറയുന്നത് ശരിയായ ഒരു ആരോപണമൊന്നും ഇതിനകത്തില്ല. ആരോപണം ഉണ്ടെങ്കിൽ ഉള്ള ആരോപണങ്ങളെന്ന് പറയുന്നത് തെളിവൊന്നുമില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ ആകെയുള്ള ഇപ്പോഴത്തെ ആരോപണം ഇതാണ്. അത് മാത്രമല്ല, യഥാർത്ഥത്തിൽ അൻവർ പറഞ്ഞതെന്ന് പറയുന്നത് പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി പറയുന്നത് കേട്ടാണ് എല്ലാം അജിത് കുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ്. അങ്ങനെയുള്ളപ്പോൾ വിരൽ ചൂണ്ടുന്ന ആരുടെ നേർക്കാണ്? പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. യഥാർത്ഥ മുഖ്യമന്ത്രിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്, അല്ലാതെ അജിത് കുമാറിലേക്കൊന്നും അല്ല. അതായത് തുടക്കം മുതലുള്ള ഈ സംഭവവികാസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിട്ട് കൊണ്ടുവന്നു. പക്ഷേ ഇപ്പോൾ പവനായി ശവമായി എന്ന സിനിമയെ പറഞ്ഞ പോലായി, മലപ്പുറം കത്തി അമ്പും വില്ലും എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയാണ്. ഇപ്പോൾ എല്ലാം റോക്കറ്റ് കത്തിച്ചു വിട്ടിട്ട് നേരെ അത് താഴോട്ട് കീഴെ പതിക്കുമല്ലോ, അതുപോലെ ആയെന്നുള്ളത് എനിക്ക് മനസ്സിലാവാനുള്ളൂ. മുഖ്യമന്ത്രിയെ കണ്ടതിന് അതായത് ഈ വെള്ളരിപ്രാവാണ് ഈ പി വി അൻവർ എന്ന് ആരും പറയില്ല, ഞാനും പറയില്ല, അങ്ങും പറയില്ല, ആരും പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന് ചെയ്യുന്ന കാര്യങ്ങളോട് പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കാനൊന്നും കഴിയില്ല. പക്ഷേ ഒരു സ്റ്റേറ്റിലെ ഭരണകക്ഷിയിലിരിക്കുന്ന ഒരു MLA ആണ്. MLA കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു. നോക്കൂ, DGP, ഒരു സൂപ്പർ DGP എന്ന് അവിടെ DGP ഉണ്ടെന്ന് പോലും സംസ്ഥാനത്ത് നമുക്ക് അറിയാത്ത വണ്ണം ഇവിടുത്തെ ആ ഓഫീസിന്റെ ഘടനയെ മാറ്റിയ ഒരു ADGPക്കെതിരെയാണ് ആരോപണം. ആ ആരോപണ വിധേയനായ ആ വ്യക്തിക്കെതിരെ ഒരു അന്വേഷണം, കാരണം മുഖ്യമന്ത്രി ഒരു വേദിയിൽ പ്രഖ്യാപിക്കുകയാണ്. അതൊക്കെ ഒരു അസാധാരണമായ നടപടികളാണ്. അവിടെ വരുമ്പോൾ സ്വാഭാവികമായും ഒരു ക്രെഡിബിലിറ്റി, ഒരു വിശ്വാസ്യത ജനങ്ങൾക്ക് ഉണ്ടായി. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ എന്താണ്, ആ ഓർഡർ വായിക്കുമ്പോൾ ഇതേ ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു പരാതി ഇതേ ആരോപണ വിധേയനായ ADGP കൂടി നൽകിയിട്ടുണ്ട്. ആ ADGPയുടെ വാചകങ്ങൾക്ക് മുൻതൂക്കം നൽകുകയും ആ നിലയ്ക്കുള്ള ഒരു ഓർഡർ പുറപ്പെടുവിക്കുകയും അതിന്മേൽ ഒരു DGP, ഒറ്റ റാങ്കിൽ അദ്ദേഹത്തിന് തൊട്ടുമുകളിലുള്ള DGP, ആ DGP ഒരു റാൻ മൂളി ഇദ്ദേഹത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ബാക്കിയുള്ള ഉദ്യോഗസ്ഥരും എന്നും സല്യൂട്ട് അടിക്കുന്ന ഉദ്യോഗസ്ഥരും. അപ്പോൾ ഈ അന്വേഷണം കണ്ണിൽ പൊടിയിടാനല്ലേ മുഖ്യമന്ത്രി ഈ ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടുന്നുണ്ടോ? അങ്ങനെ ഒരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഇതിനകത്ത് അജിത് കുമാറിനെ മാറ്റുക എന്നുള്ളത് മാത്രമല്ല അൻവറിൻ്റെ ഉദ്ദേശം, പി ശശിയുടെ കാര്യമാണ്. അപ്പോൾ ഈ അജിത് കുമാറിനെ മാറ്റിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും പി ശശിയിലേക്ക് ആളുകളുടെ ശ്രദ്ധ പോകും. പി ശശിയെ മാറ്റാൻ ബുദ്ധിമുട്ടാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. അതിനുള്ള കാരണങ്ങളുണ്ട്. അത് നമുക്കറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം പി ശശി ഇതുപോലെ ടെയിൻറ്റഡ് ആയിട്ടുള്ള ഒരാളെ, മോറലി വളരെ വീക്കായിട്ടുണ്ട് എന്ന് തെളിവ് വന്ന ഒരാളെ പാർട്ടിയിൽ നിന്ന് പോലും പ്രാഥമിക അംഗത്തിൽ നിന്ന് പോലും കളഞ്ഞു. പിന്നെ അവസാനം 2015 കളഞ്ഞതിന് ശേഷം 2014 എൻ്റെ ഓർമ്മ തിരിച്ചെടുക്കുന്നത്. 14 15 തിരിച്ചെടുത്ത് പ്രാഥമിക അംഗത്വം കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് പ്രൊമോഷനോടുകൂടി പ്രൊമോഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ അടിക്ക് നേരെ അവസാനം വന്നു കയറി സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് വരുന്നു. അതുപോലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നുള്ള സ്ഥാനത്ത് അവരോധിക്കപ്പെടുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് ശരിയായ കാൽക്കുലേഷൻ, കണക്കുകൂട്ടൽ ശ്രീ പിണറായി വിജയൻ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാം. അതുകൊണ്ട് പി ശശിയെ മാറ്റാൻ അദ്ദേഹം തയ്യാറാവത്തില്ല. കാരണം പി ശശിയെ മാറ്റിക്കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിയുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാവും എന്നുള്ളതിന് സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്രയും ടെയിൻറ്റഡ് ആയിട്ടുള്ള ഒരാളെ അവിടെ പിടിച്ചിരുത്തിയിട്ട് ആ രീതിയിൽ അയാൾ പറയുന്നത് കേട്ടുകൊണ്ട് പോകുന്നത്. ഈ അജിത് കുമാറിൻ്റെ പേരുള്ള ആരോപണം അൻവർ ഉന്നയിച്ചതെന്ന് പറഞ്ഞാൽ പി ശശി പറയുന്നതാ അദ്ദേഹം ചെയ്യുന്നതെന്ന് തെറ്റില്ല. കാരണം ഇവിടുത്തെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആരാണ്? ഇവിടെ ശശിയാണ്, പി ശശിയാണ്. പി ശശി കാര്യങ്ങൾ തീരുമാനിക്കുന്നു. അതാണ് പ്രശ്നം. അതുകൊണ്ട് അങ്ങനെ തയ്യാറാവും എന്ന് ഞാൻ കരുതുന്നില്ല. അജിത് കുമാറിന് തീർച്ചയായും വളരെ നന്ദി ശ്രീ കെമാൽ പാഷ സാർ. അങ്ങയുടെ പ്രതികരണം ഈ കോൺഗ്രസിൽ തേടുകയായിരുന്നു.